എല്ലാവർക്കും നമസ്കാരം. മായച്ചാറ്റിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. ഏപ്രിൽ 2025 മുതൽ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം മകയിരം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം, അതായത് സമ്പൂർണ്ണ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Swords, Eight of Wands, Justice energy, King of Pentacles, Page of Pentacles, Queen of Pentacles energy. 9 of Swords ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഈ ഒരു വർഷം നിങ്ങൾ പൊതുവിൽ സാമ്പത്തികമായിട്ട് നല്ല നേട്ടമുള്ള വർഷമാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലൊരു അരക്ഷിതാവസ്ഥയായിരിക്കും. അതായത് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു നെഗറ്റിവിറ്റി മനസ്സിലുണ്ട്. ഈ ഒരു എനർജി ഓഫ് ധനം കയ്യിൽ നിൽക്കുമോ, അല്ലെങ്കിൽ ആവശ്യത്തിന് കയ്യിൽ ഉണ്ടാകും, അതായത് എപ്പോഴും മനസ്സിലൊരു ഭയം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ എത്ര രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഭയം കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ സംസാരമായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ചില ആളുകൾ മനഃപൂർവ്വമായിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ പോലെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ശാപവാക്കുകൾ ഉച്ചരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള രീതിയിലോ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് സംസാരിക്കുന്ന, ഒരു കാര്യമില്ലാതെ സംസാരിക്കുന്ന ആളുകളുമാവാം. ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരങ്ങൾ നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് കൊണ്ടാവും. ആരെങ്കിലും പറഞ്ഞ കാര്യം ആലോചിച്ചിട്ടായിരിക്കും എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ, സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാവും, ഇങ്ങനെയൊക്കെ ചിന്ത എന്തുകൊണ്ടോ നിങ്ങളെ അലട്ടുന്നുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നതായിട്ട് കാണിക്കുന്നില്ല. മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയുള്ളൊരു വർഷം കൂടിയാണ്. പുതിയ പല കാര്യങ്ങളും സാമ്പത്തികമായിട്ട് ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഉള്ള രീതിയിലുള്ള സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അതുപോലെ തന്നെ പോകുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ പുതിയതായിട്ട് എന്തൊക്കെയോ തുടങ്ങുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ച സംബന്ധിച്ച് അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കും. പക്ഷേ ഇവിടെ എന്തൊക്കെയോ പ്ലാനിങ്ങും കാര്യങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതാവാം. ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറി കുറച്ചുകൂടി മികച്ചൊരു ജോലി ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലി, ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറി അതിനേക്കാൾ മികച്ച നല്ല പൊസിഷൻ, നല്ല സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു ജോലിയിൽ കയറുന്നു. അത് കൂടാതെ നിങ്ങൾ എപ്പോഴും ഒരൊറ്റ ജോലി എന്നുള്ളത് കൂടാതെ സൈഡായിട്ട് ഒരു സൈഡ് ഹസിൽ, അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നിങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സൈഡ് ബിസിനസ്സിലേക്ക് പോകുന്നു. ചില ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ഷെയർ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട്സിൽ, അതേപോലെ FD, അതേപോലെ കുറച്ച് ചെറിയ രീതിയിൽ വലിയ റിസ്ക് എടുക്കാത്തതും പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് ഇവിടെ. ഇപ്പോൾ റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും തീരെ റിസ്ക് ഇല്ലാത്ത, അതായത് നിങ്ങൾ എല്ലാം നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ്. വലിയ റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അധികം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസ്ക് കുറഞ്ഞതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ അങ്ങനെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത്, അതായത് നിങ്ങൾ ബഡ്ജറ്റിംഗ് വളരെയധികം ശ്രദ്ധിക്കുന്നു. ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് വളരെ കൂടുതലാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 8 of Wands ആൻഡ് King of Pentacles എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യാത്രകൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ യാത്രകളൊന്നും അധികം പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ കൂടുതൽ സേവ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ഇതുവരെ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. സേവ് ചെയ്തുകൊണ്ട് മാത്രം ഒരു വലിയൊരു നേട്ടം, നിങ്ങൾ ആഗ്രഹിച്ചൊരു നേട്ടം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുകയും സേവ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. പല മേഖലയിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ യാത്രകൾ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അവസാന കാലം സമാധാനമായിട്ടിരിക്കാം എന്നുള്ളൊരു ചിന്തയിലുള്ള ഒരു ചിന്താഗതിയുള്ള വ്യക്തി ആയിരുന്നു നിങ്ങളെങ്കിലും
ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്, അതായത് യാത്രകൾ ചെയ്യാം, നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും, യാത്രകൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്നുള്ളത്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. ലൈഫിൽ പല കാര്യങ്ങളിലും മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയും. അത് നിങ്ങൾക്ക് പല രീതിയിലും സാധ്യതകൾ നൽകുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അവസരങ്ങൾ വരുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. പുതിയ അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത്. സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വലിയൊരു മികവായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ഒരു സിറ്റുവേഷൻ കാണിക്കും, നിങ്ങൾക്ക് ചെറിയ പ്രശ്നം എന്തൊക്കെ വരുമ്പോൾ സുഹൃത്തുക്കൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ അത്രയും അടുത്ത സുഹൃത്തായിട്ട് കരുതാതെ ഒരു ചെറിയ സൗഹൃദമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും കൂടുതലായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ആപൽ ഘട്ടത്തിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സൗഹൃദങ്ങൾ രക്ഷയ്ക്കെത്തുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം. ആ ഒരു തരത്തിലുള്ളൊരു എനർജി കൂടി കാണിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളൊരു നാച്ചുറൽ ഒരു ബോൺ ലീഡറാണ് എന്നുള്ളൊരു ചിന്ത, എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളായിട്ടൊരു ഹയർ പൊസിഷൻ, ഒരു ലീഡർഷിപ്പ് പൊസിഷൻ, സ്വന്തം സ്ഥാപനം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ അവസരമുള്ള സമയമാണ് ഈ ഒരു സമയം. അത് മാത്രമല്ലാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചില ആളുകൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് തീരെ വിശ്വാസമില്ലാതിരുന്ന ഒരിടത്ത് നിന്ന് നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന സമയമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ പലപ്പോഴും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പലതും പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വളരെ പല കാര്യങ്ങളിലും നിപുണരാണ് എന്ന് സ്വയം മനസ്സിലാകുന്നു. പക്ഷേ ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, അവർ അതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് ദേ വിൽ ബി പ്ലേയിങ് ഇറ്റ് ഡൗൺ. അതായത് നിങ്ങളൊന്നുമല്ല, അതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന രീതിയിൽ ആക്കാൻ ശ്രമിക്കും. പക്ഷെ അതങ്ങനെയല്ല, നിങ്ങളുടെ കഴിവുകളാണത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൽ വിശ്വസിക്കുകയല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകളിലല്ല. അതേപോലെ ജസ്റ്റിസ് എനർജി ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ ധനലാഭം പറഞ്ഞിരുന്നു. അപ്പോൾ പൊതുവേ ധനലാഭമാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട്, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചധികം ധനം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു നിങ്ങളിലേക്ക് എത്താൻ, അല്ലെ ലോൺ പോലെ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ഈടൊന്നും ഇല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളെങ്ങനെ പൈസ തിരിച്ചു ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് ആ പൈസ തിരിച്ചെത്തുന്നു. പിന്നെ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സ്ഥല കച്ചവടമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും, ഇപ്പോൾ വീടായിരിക്കും, അല്ലെങ്കിൽ സ്ഥലമായിരിക്കും, മറ്റെന്തെങ്കിലും തരത്തിൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ധനമായിട്ട് തന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, അങ്ങനെ പല കാര്യങ്ങളിൽ ധനലാഭം ഉണ്ടാകുന്ന തരത്തിൽ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരാണ് ഈ വർഷം. അത് ഫലം വരുന്നുണ്ട്, അതായത് അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ലാഭം എന്നുള്ള രീതിയിലാണ് റിസൾട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറിലാണ് വിധി വരുന്നത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. ന്യായത്തിൻ്റെ രീതിയിൽ വിധി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്തല്ല ന്യായമെങ്കിൽ അത് ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെൻറ്റിന് പോകുന്നതാണ് നല്ലത്. അപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീർക്കുക. കാരണം ന്യായത്തിൻ്റെ ഭാഗത്താണ് ഇവിടെ വിധി വരുന്നത്. നിങ്ങളുടെ ഭാഗത്തല്ല ന്യായമെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെൻറ്റിന് പോവുക. അല്ലാതെ നിങ്ങൾ വിജയിക്കണം, അപ്പോൾ നിങ്ങൾക്ക് വിജയ സാധ്യത കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റിസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഫലത്തിനുള്ള കർമ്മമാണ് ലഭിക്കുന്നത് എന്നുള്ളത്. അതേപോലെ 8 ഓഫ് ഫോൺസ് എനർജി ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യാത്രകൾ എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർത്ഥയാത്രകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ബലികർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബലിയിടൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി, ഇപ്പോൾ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ അതുമായിട്ട് പൂർവികരുടെ കർമ്മബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാശി രാമേശ്വരം പോലുള്ള ഇടങ്ങളിൽ യാത്ര ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ ഇപ്പോൾ ഹജ്ജ് പോലുള്ള, അതായത് പ്രായമായിട്ടുള്ളവർ അല്ലെങ്കിൽ പൂർവിക കർമ്മങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഹജ്ജിന് പോകുന്നതോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ മറ്റും
അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യുന്നതാവാം. ജെറുസലേമോ അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രത്യേക, അല്ലെങ്കിൽ ചിലപ്പോൾ റോമിലേക്ക് പോകുന്നതായിരിക്കാം, അതുപോലെ പോപ്പിനെ കാണുന്നതോ അതുപോലെ ആയിട്ടുള്ള എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള യാത്രയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ യാത്രകൾ നിങ്ങളുടെ കർമ്മവും നിങ്ങളുടെ പാരമ്പര്യവും നിങ്ങളുടെ ആൻസിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിനുള്ളൊരു അവസരമൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.